ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇവളും എന്നോട് ഇത് മറക്കുന്നുണ്ടാവുമോ? ചോദിച്ചു നോക്കാം. ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ പ്രാർത്ഥന പ്രീതിയോടായി ചോദിച്ചു. പ്രീതി, നീ ശരിക്കും ഈ നാഗലോകവും മത്സ്യലോകവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അന്നേരം പ്രീതി പൊട്ടിച്ചിരിച്ചു. നീ എന്താ പ്രാർത്ഥന, വല്ല ബാലരമയും വായിച്ചിരിക്കുവായിരുന്നോ? അല്ല, ഈ കള്ളക്കഥയൊക്കെ പറയുന്നു. നീ ഒന്ന് പോയേ, അങ്ങനൊന്നുമില്ല. പ്രീതി ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന മനസ്സിൽ ചിന്തിച്ചു. അപ്പോ ഇവൾ മത്സ്യകനികയായിട്ടില്ല. എന്തുകൊണ്ട്? എന്തോ ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട്. കണ്ടെത്തണമല്ലോ മഹാദേവ. അന്നേരം പ്രീതി പ്രാർത്ഥനയോട് ചോദിച്ചു. പ്രാർത്ഥന, നീ ഇത്രയും ദിവസം എറണാകുളത്ത് എങ്ങനെ എല്ലാം മാനേജ് ചെയ്തു? അമ്മ വന്നായിരുന്നോ? അപ്പോൾ പ്രാർത്ഥന പറഞ്ഞു. ഇല്ല പ്രീതി, 10 ദിവസം കഴിഞ്ഞേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് നീ നിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി നിൽക്കെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. ആ കിട്ടിയ തക്കം നോക്കി ഞാനിങ്ങ് തിരുവനന്തപുരത്തേക്ക് വന്നു. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഞാൻ പ്രാർത്ഥനയാണെന്നും നീ പ്രീതിയാണെന്നും നമ്മൾ ഇരട്ടകളാണെന്നും ഇന്ന് ഈ ലോകത്ത് നമുക്ക് 2 പേർക്ക് മാത്രമേ അറിയൂ. ഇത്രയും പറഞ്ഞ് പ്രീതിയെ പ്രാർത്ഥന കെട്ടിപ്പിടിച്ചു. പ്രീതി, നീ എറണാകുളത്തേക്ക് പോയിക്കോ. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. നീ പ്രതയുടെ മകളായി തന്നെ അംഗീകരിക്കപ്പെടുന്ന ആ ദിവസം അത് വളരെ അടുത്താണ്. ഇത് ഈ പ്രാർത്ഥന നിനക്ക് തരുന്ന വാക്കാണ്. അന്നേരം പ്രീതി പറഞ്ഞു. എനിക്കങ്ങനെ അവിടെ കഴിയണമെന്നൊന്നും ആഗ്രഹമില്ല. എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആൾ മാറിയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഇത്രയും പറഞ്ഞ് പിന്നീട് പ്രാർത്ഥന പ്രീതിയെ എറണാകുളത്തേക്കുള്ള ട്രെയിൻ കയറ്റിവിട്ടു. 100,000 ചോദ്യങ്ങളും സംശയങ്ങളുമെല്ലാം പ്രാർത്ഥനയുടെ മനസ്സിലുണ്ട്. നമ്മളെ ആരാണ് വേർപിരിച്ചത്? എന്തിനു വേണ്ടി? എല്ലാം കണ്ടെത്തണം. ആദ്യം ആ ഋഷഭ് ഗുജ്റാളിന്റെ അന്ത്യമാണിനി. ഞാൻ വരുന്നുണ്ട് മിസ്റ്റർ ഋഷഭ് ഗുജ്റാളിലേക്ക്. പ്രാർത്ഥന നേരെ ഗുജ്റാൾ ഹൗസിലേക്കും പ്രീതി നേരെ എറണാകുളത്തേക്കും എത്തി. ഇത്രനാൾ UAE-യിൽ കഴിഞ്ഞ പോലെ ഇനി അവിടെ കഴിയണ്ടല്ലോ എന്ന് ആലോചിച്ച് പ്രാർത്ഥനയ്ക്ക് നല്ല സന്തോഷമുണ്ട്. അന്നേരം ജീവൻ പറഞ്ഞു. മോളെ പ്രാർത്ഥന, നിന്റെ സർട്ടിഫിക്കറ്റ്സ്, UAE-യിലെ ഏടാകൂടങ്ങൾ എല്ലാം ശരിയായി കേട്ടോ. ഇനി നീ വാശി പിടിച്ചാൽ പോലും നിന്നെ UAE-യിലേക്ക് വിടില്ല. നീ ഇനി നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചോ. ഈ ജീവനച്ഛനെ മറക്കാതിരുന്നാ മതി. ഇല്ല ജീവനച്ഛ, ഞാൻ അങ്ങനെ എൻ്റെ ജീവനച്ഛനെ മറക്കോ? ഒരിക്കലുമില്ല. ജീവനച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ. പ്രാർത്ഥന, ജീവൻ, ഗുജ്റാൾ. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? അത് കേട്ട് ഋഷിയും പ്രതയും അനുമോളുമെല്ലാം പൊട്ടിച്ചിരിച്ചു. അപ്പോൾ പ്രത പറഞ്ഞു. മോളെ പ്രാർത്ഥന, 3 ദിവസം കഴിഞ്ഞ് ഒരു പയ്യനോടും അവന്റെ കുടുംബത്തോടും നിന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കണ്ടീഷൻ മറക്കണ്ട. നീ കല്യാണത്തിൽ തല കുനിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ കേരളത്തിൽ നിർത്തൂ. എന്താ? പെട്ടെന്ന് പ്രാർത്ഥന UAE-യിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും പ്രീതി തന്നോട് പറഞ്ഞതെല്ലാം ഓർത്തു. ശേഷം അവൾ പറഞ്ഞു. എനിക്ക് സമ്മതം. അല്ല, ആരാ കക്ഷി? അന്നേരം ഋഷി പറഞ്ഞു. ഇന്ത്യയിലും പുറത്തുമൊക്കെ ഒട്ടനവധി ജോലേഴ്സുള്ള ആളാ. പേര് രഘുവീർ അലാവത്ത്. ആ പേര് കേട്ടതും പ്രാർത്ഥന ഒന്ന് ഞെട്ടി. രഘുവീറോ?